ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശ്ലീവാക്കാലം 4-ാമത്തെ ആഴ്ചയിലാണ്. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ സീനായ് മലയിൽ നിന്ന് അവർ പുറപ്പെടുകയാണ്. അവിടുത്തെ വാസമെല്ലാം കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ മൂശ ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളാണ്. മൂശ പറയുകയാണ്, കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു, എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ട് എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നെന്ന് അവിടുന്ന് പറയുന്നു. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ഈ മോശയും ദൈവവും തമ്മിലുള്ള സംഭാഷണം കേൾക്കുമ്പോൾ രണ്ട് കൂട്ടുകാർ സംസാരിക്കുന്ന രീതിയാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ചില സമയത്ത് ദൈവം ദേഷ്യപ്പെടും. അപ്പോൾ മോശ ദൈവത്തെ സാന്ത്വനപ്പെടുത്തും, അല്ലെങ്കിൽ ശമിപ്പിക്കും ദേഷ്യം. ചില സമയത്ത് മോശയായിരിക്കും ദേഷ്യപ്പെടുക. അപ്പോൾ മോശയോട് ചോദിക്കും, നീ എന്തിനാ വെറുതെ ഒച്ചയും ബഹളവും വെക്കുന്ന, അടങ്ങിയിരിക്കും മോശ എന്ന് പറയും. അങ്ങനെ ദൈവവും മോശയും തമ്മിൽ പരസ്പരം ഇങ്ങനെ സംസാരിച്ച് ഈ ജനത്തെ നയിക്കുന്ന ഒരു ചിത്രമാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർ പോകാൻ തുടങ്ങുമ്പോൾ കർത്താവിനോട് മോശ പറയുകയാണ്, ഈ ജനത്തെ നയിക്കുക എന്ന് എന്നോട് പറയുന്നു. എന്നാൽ എൻ്റെ കൂടെ ആരെ നീ വിടുക? 6 ലക്ഷം പേരാണ് അവരിന്ന് പോന്നിരിക്കുന്നത്, പുരുഷന്മാർ തന്നെ. അപ്പോൾ ഇതുപോലെ ഈജിപ്തിൽ നിന്ന് പോകുന്നത് 6 ലക്ഷം പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിലും കൂടുതൽ സ്ത്രീകളും ഒക്കെ ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും. ഇതിനെല്ലാം നയിക്കണമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുമോ? ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് സംസാരിക്കാമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പറഞ്ഞു, സാരമില്ലെന്ന് ചേട്ടൻ അഹ്റോനെ വിടാം, അവനെല്ലാം മിടുമിടുക്കനാണ്, അവൻ സംസാരിച്ചുകൊള്ളും, നിന്റെ വെക്കൊന്നും സാരമില്ല. ഇപ്പോൾ വീണ്ടും മോശ ചോദിക്കുകയാണ്, എൻ്റെ കൂടെ ആരെ നീ പറഞ്ഞു വിടുന്നേ? എന്നിട്ട് പറയും, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. വേറെ ആരും വിടണ്ട, നീ തന്നെ പോന്നാൽ മതി. കാരണം എന്താണ്? അതിൽ കൂടുതൽ ഒരാളെ പറഞ്ഞു വിടാനില്ലല്ലോ. മനുഷ്യനെ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് അവർ പിണങ്ങിയെന്ന് വരും. അങ്ങനെയൊന്നുമില്ല. നീ ആണെങ്കിൽ നല്ല വിശ്വാസമാണ് ഞങ്ങൾക്ക്, നീ തന്നെ പോന്നാൽ മതി. എന്നിൽ അങ്ങ് സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്നിൽ അങ്ങ് സംപ്രീതനാണെങ്കിൽ വഴി എനിക്ക് കാണിച്ചതാ. ഞാൻ അങ്ങനെ അങ്ങയെ പ്രീതിപ്പെടുത്താം, അങ്ങയെ മഹത്വപ്പെടുത്താം എന്ന് പറയുകയാണ്. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് അങ്ങ് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അത് തന്നെ, ഞാൻ തന്നെ വരും. ചുരുക്കത്തിൽ മോശയുടെ കൂടെ കർത്താവ് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മോശ പുരോഹിതനൊന്നായിരുന്നില്ല, അവരുടെ ഒരു നേതാവ് അത്രയേ ഉള്ളൂ. പിന്നീട് അഹ്റോനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും പുരോഹിതന്മാരായിട്ട് തിരഞ്ഞെടുക്കുമ്പോഴും ഈ മോശ തന്നെയാണ് ദൈവമായിട്ട് സംസാരിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു പാഠമാകേണ്ടതാണ്, പ്രത്യേകിച്ചും വൈദിക ജീവിതത്തിലുള്ളവർക്ക്. നമ്മൾ ഓർക്കണം, ദൈവം വൈദികരെ മാത്രമൊന്നുമല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്, സകലരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നേതാക്കന്മാർ തിരഞ്ഞെടുക്കും. നമ്മൾ ഈ അൽമായ നേതാക്കന്മാർ ആരുടെയെങ്കിലും കീഴെ നിൽക്കേണ്ടവരല്ല. അവരും ഈ ജനത്തെ നയിക്കുന്നതിനായിട്ട് ദൗത്യം ഏറ്റെടുത്തവരാണ്. അവരുടെ കൂടെ ദൈവമുണ്ട് തീർച്ചയായിട്ടും. ആ ദൈവം വരുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയാനുള്ള ആത്മധൈര്യവും ആർജവത്വവും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രം. പലപ്പോഴും വിചാരിക്കുന്നത്, ഞാനിപ്പോൾ എങ്ങനെ, ഞാൻ ഒരു കുടുംബജീവിതക്കാരനല്ലേ, ഞാൻ എങ്ങനെ ഇതിനെ നയിക്കാൻ പറ്റുമോ? നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹത്തിൽ എത്രയോ സംഘടനകളുണ്ട്, എത്രയോ പാർട്ടികളുണ്ട്, എത്രയോ വലിയ സ്ഥാപനങ്ങളുണ്ട്. ഇതിനെയൊക്കെ നയിക്കുന്നത് ആരാണ്? എന്നെയൊക്കെ നയിക്കുന്ന പുരോഹിതരൊന്നുമല്ല, ഇപ്പോഴത്തെ ഭാഷയിൽ പറയുന്ന അൽമായരാണ്. തീർച്ചയായും അവരുടെ കൂടെ ദൈവമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം. അങ്ങനെയാണ് അവർ ഈ ജനത്തെ നയിക്കേണ്ടത്. നമുക്കറിയാം, പുരോഹിതർക്ക് പാർലമെൻറ്റിൽ പോയി വല്ലതും പറയാനോ നിയമസഭയിൽ പോകാനോ ഇതൊന്നും സാധിക്കുകയില്ല. അതാരാണ് ചെയ്യുന്നത്? അത് നമ്മുടെ അൽമായ സഹോദരങ്ങളാണ്. തീർച്ചയായിട്ടും അവരുടെ കൂടെ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അതുപോലെ അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയണം. അവരും പറയണം, ദൈവമേ ഞങ്ങളോട് കൂടി നീ വരണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കുടുംബത്തിലെ കുടുംബനാഥൻ പറയണം, ദൈവമേ
നീ ഞങ്ങളോട് കൂടെ വരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ കുടുംബത്തെ നയിക്കും? കുടുംബനാഥ പറയണം, ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി പറയണം, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറയണം, ഹെഡ് മിസ്സസ് പറയണം, ദൈവമേ നീ ഞങ്ങളോട് കൂടെ വരണം, എങ്കിലേ എനിക്ക് ഈ മക്കളെ നയിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ തലത്തിലും ദൈവത്തോട് നമ്മൾ പറയണം, നീ ഞങ്ങളോട് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെയാണ് വെളിപ്പെടുക? എൻ്റെ കൂടെ നീ ഇല്ലെങ്കിൽ ആളുകൾ എങ്ങനെ അറിയുന്നത് നീ എന്നോട് കൂടെ ഉണ്ടെന്ന്? അതറിയണ്ടേ? ഒരു കുടുംബനാഥൻ, ആ കുടുംബനാഥൻ്റെ കൂടെ ദൈവമില്ലെങ്കിൽ മക്കളെങ്ങനെ തിരിച്ചറിയുക? ആ മക്കളെ നയിക്കാനായിട്ട് ഈ കുടുംബനാഥനെ, പിതാവിനെ ദൈവം അയച്ചതെന്ന് എങ്ങനെ തിരിച്ചറിയും? അതുകൊണ്ട് ദൈവം ആ കുടുംബനാഥൻ്റെ കൂടെ ഉണ്ടാകണം. ഇതെല്ലാവർക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആവശ്യമാണ്. ക്രൈസ്തവ വിശ്വാസമുള്ള എല്ലാവർക്കും ആവശ്യമാണ് ദൈവത്തിൻ്റെ ആ കൂടെയുള്ള സഹചാരം. അത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം, ദൈവമേ നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. രണ്ടാമത്തെ വായന കൊരിന്ത്യർ ലേഖനം, 2 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിനും ദൈവമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. മിശിഹായുടെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ മിശിഹായുടെ സമാശ്വാസത്തിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. ഞങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമാശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ സഹിക്കുന്ന പീഡകൾ തന്നെ നിങ്ങളും ക്ഷമയോടെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നിങ്ങളിൽ ഉറച്ച പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിങ്ങൾ പങ്കുചേരുന്നത് പോലെ ഞങ്ങളുടെ സമാശ്വാസത്തിൽ നിങ്ങൾ പങ്കുചേരുമെന്ന് ഞങ്ങൾക്കറിയാം. പ്രിയമുള്ളവരുടെ, നമ്മൾ ഓർക്കേണ്ടത്, ഞാനും നിങ്ങളുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ പീഡകൾ സഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രയാസങ്ങൾ സഹിക്കുന്നത്? അതിൻ്റെ കാരണം നമ്മൾ പിന്നീട് ലഭിക്കാൻ പോകുന്ന സമാശ്വാസത്തിൽ മറ്റുള്ളവരെയും പങ്കുചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു സമൂഹത്തെ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചില വ്യഥകളൊക്കെ ഉണ്ടാകും, ചില പീഡനങ്ങളുണ്ടാകും. അതെല്ലാം ഞാൻ സന്തോഷത്തോടുകൂടി സഹിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സമാശ്വാസമുണ്ട്. ഈ സമാശ്വാസം മറ്റുള്ളവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമുക്കറിയാം, നിർഭാഗ്യവശാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വ്യക്തി ജീവിതത്തിലായാലും ഇടവക ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും എല്ലാം ഈ ഒരു സഹനത്തെക്കുറിച്ചുള്ള സങ്കല്പം മാറിക്കഴിഞ്ഞു. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നതൊക്കെ കേവലം ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനാ സ്വഭാവത്തോടു കൂടി ഒന്നായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടവകൾ പ്രശ്ന കലുഷിതമാണ്. പലയിടത്തും ഭൗതികമായിട്ടുള്ള സ്ഥാപനങ്ങളെ ചൊല്ലിയുള്ള വഴക്ക്, സമ്പത്തിനെക്കുറിച്ചുള്ള വഴക്ക്, പലപ്പോഴും നമ്മുടെ പൊതുയോഗങ്ങളാണെങ്കിലും അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ്? കേവലം ഭൗതികമായ വിഷയങ്ങൾ മാത്രമാണ്. സമ്പത്തിൻ്റെ കാര്യം, എന്തെങ്കിലും സ്ഥാപനങ്ങൾ പണിയുന്ന കാര്യം, അല്ലെങ്കിൽ സ്വത്ത് വിൽക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഓർക്കണം, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സഭാ സംവിധാനം എന്ന് പറയുന്നത് കേവലം ഒരു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി കുറേ കോളേജും കുറേ സ്കൂളും ഒക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കും, സഭ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു? ഈ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം എന്താണ്? നമ്മുടെ ലക്ഷ്യം അതല്ല. അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിൽ അവിടെ ഈ ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചന ശുശ്രൂഷയിലും അലംഭാവം കാണിച്ചിട്ട് മേശയിൽ വിളമ്പാൻ പോകുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ സഭയെന്ന് പറയുന്നത് കേവലം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിന് വലിയൊരു ആത്മീയമായ മാനമുണ്ട്. ആ മാനത്തെക്കുറിച്ച് നമ്മൾ മറന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഇടവകളൊക്കെ പ്രശ്നകലുഷിതമായി മാറുന്നത്, നമ്മുടെ സ്ഥാപനങ്ങൾ പ്രശ്നകലുഷിതമായി മാറുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ, ക്രൈസ്തവമായിട്ടുള്ള അരൂപിയില്ലാത്ത നമ്മുടെ പ്രവർത്തനങ്ങളും ജീവിതമൊക്കെയാണ് അതിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവ് തരുന്ന സമാശ്വാസത്തിൽ പങ്കുപറ്റാനും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഈശോ ഉദ്ഘോഷിച്ച്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു എൻ്റെ തിരുവുള്ളം. സർവവും പിതാവ് എൻ്റെ പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതും മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല.
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇത് അത്രയും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്താൻ നിന്നെ ഞാൻ സ്തുതിക്കും. ഏത് കാര്യമാണ് ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ചത്? അതായത് ഈശോയുടെ ഈ സഹനപൂർണമായ ജീവിതമാണ് ലോകത്തിന് രക്ഷ നൽകുന്നത്. തൻ്റെ ശിഷ്യന്മാരും ഇതേ പാതയിൽ നടന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് രക്ഷ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ വലിയ സത്യം ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അന്ന് നമുക്കറിയാം ഈശോയുടെ ചുറ്റുപാട് ഒരുപാട് വലിയ ധനവാന്മാരും വലിയ സ്ഥാനമാനമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് പേർക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും നിക്കോദേമസിനെ പോലെയുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, സക്കേവുസിനെ പോലെയുള്ളവരൊക്കെ അത് തിരിച്ചറിഞ്ഞു. പക്ഷേ ഒരുപാട് പേർക്കൊന്നും കഴിഞ്ഞില്ല. അന്നത്തെ വലിയ മഹാപുരോഹിതന്മാർക്കൊന്നും കഴിഞ്ഞില്ല, പരിസേയന്മാർക്ക് കഴിഞ്ഞില്ല. പരിസേയരിൽ പ്രധാനിയായിരുന്ന ഒരാളായിരുന്നു പൗലോസ്. അങ്ങനെ ചുരുക്കം ചില പേർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവിൻ്റെ ഈ വഴികൾ എളുപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല, വളരെ പ്രയാസമേറിയതാണ്. വലിയൊരു ധനവാനോട് നീ അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭോഷത്വമായിട്ട് കണക്ക് കൂട്ടപ്പെടുകയുള്ളൂ. ചുരുക്കത്തിൽ നമുക്ക് ഈ കർത്താവിൻ്റെ വഴികൾ വെളിപ്പെടുത്തി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കതിനെ ശരിയായ രീതിയിൽ പിൻചെല്ലാൻ പറ്റുകയുള്ളൂ. എല്ലാം ഉപേക്ഷിച്ചാൽ അവസാനം നമുക്ക് നിധി ഒളിച്ചിരിക്കുന്ന ആ വയൽ വാങ്ങുന്ന കച്ചവടക്കാരനെ പോലെ നമുക്കത് വാങ്ങാൻ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും അല്ലാതായിത്തീരും. കർത്താവിനെ നമുക്കൊരു നിധിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എന്താ പറയുന്നത്? നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. അതുകൊണ്ട് എൻ്റെ നുകം വഹിക്കുക, എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് പലപ്പോഴും നുകം എന്താണെന്ന് അറിഞ്ഞുകൂടാ. കലപ്പയും നുഖമൊന്നും അവർ കണ്ടിട്ടില്ല. നുഖത്തിൻ്റെ പ്രത്യേകത മനസ്സിലാവില്ല. 2 കാളകളുടെ കഴുത്തിൽ വെച്ച് കെട്ടി വണ്ടി ഓടിക്കാനും അതുപോലെ വയലുഴാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് ഈ പറയുന്ന നുഖം എന്ന് പറയുന്നത്. ആ നുഖം നല്ല കനമുള്ളതാണ്. പലപ്പോഴും അത് നല്ല കട്ടിയുള്ള മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് അത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറയുന്നത് നല്ല കനമുള്ള സാധനമാണിത്. കർത്താവ് പറയുന്നത് എൻ്റെ നുഖം വളരെ കനം കുറഞ്ഞതാണ്, അത് വഹിക്കാൻ എളുപ്പമുള്ളതാണ്. നമുക്കതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. അതുപോലെ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അതായത് കർത്താവ് പറയുന്നത് എന്താണ്? തൻ്റെ പിതാവിനെ താൻ സ്നേഹിച്ച് അനുസരിച്ച് അവിടുത്തെ പ്രമാണം പാലിച്ച് കുരിശിൽ മരിച്ചതുപോലെ അല്ലെ മരിക്കാൻ പോകുന്നത് പോലെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നിൽ നിന്ന് പഠിച്ചെന്ന് പറയാനായിട്ട് സാധിക്കും. ഈശോ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈശോയുടെ നുഖം എപ്പോഴാണ് ഭാരം കുറഞ്ഞതാകുന്നത്? ഭാരം കുറഞ്ഞതാകുന്നത് ഈശോയുടെ അതേ ചൈതന്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. ഇതിങ്ങനെ സഹിച്ചേ മതിയാകൂ, വേറെ മാർഗമില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഭാരമുള്ളതായിട്ട് തോന്നുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഞാനതിനെ സ്വീകരിക്കുന്ന പോലെ നിങ്ങൾ സ്വീകരിച്ചാൽ അത് ഭാരം കുറഞ്ഞതായിട്ട് തോന്നും, അത് വളരെ എളുപ്പമായിട്ട് തോന്നും. നമുക്കറിയാം, നമ്മുടെ അമ്മമാർ നമ്മളെയൊക്കെ 10 മാസം ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്നിട്ടാണ് പ്രസവിച്ചത്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഇതുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു തരത്തിൽ നമുക്കത് ഭാരമാണ്. പക്ഷെ അമ്മയ്ക്ക് ഭാരമല്ല. അമ്മയ്ക്ക് ഭാരമാണ്, പക്ഷേ അമ്മയ്ക്കത് അങ്ങനെ തോന്നുന്നില്ല. ഈ 10 മാസം ഇത്ര ഒരു 2-3 കിലോയെങ്കിലും കാണുമല്ലോ, അത്രയും ഭാരമുള്ള വ്യക്തിയെ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ എളുപ്പമൊന്നുമല്ല. അമ്മയ്ക്ക് കുനിയാൻ പറ്റിയാല, ജോലിയെടുക്കാൻ പറ്റിയാല, പലപ്പോഴും വേദനകൾ ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ ഇത് ഭാരമല്ലാതായി തീരുന്ന എപ്പോഴാണ്? ഈ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണ്. എനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു, ആ കുഞ്ഞിനോടുള്ള സ്നേഹം അതിങ്ങനെ സ്വപ്നം കാണുകയാണ്. ഇതുപോലെ തന്നെയാണ് ഈശോയുടെ ജീവിതത്തിൽ ആ പിതാവിനോടുള്ള അനുസരണം, അതാണ് നിരന്തരമായിട്ട് അവിടുന്ന് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കുരിശുമരണം അത്രയധികം ഭാരമുള്ളതായിട്ട് തോന്നുന്നില്ല. വേദനയില്ലാഞ്ഞിട്ടല്ല, പ്രയാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ മാനസികമായ വേദനയില്ല. ഇതാണ് കർത്താവ് പറയുന്നത്, എൻ്റെ നുഖം ഭാരം കുറഞ്ഞതാണ്. എന്നോട് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടോ, ഞാൻ ചെയ്തതുപോലെ ഈ ലോകത്തെ സ്വയം ദാനം ചെയ്യുന്നതിലൂടെ മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, ഇവിടെ സ്വർഗ്ഗം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ
ഇത് ഭാരം കുറഞ്ഞതായിട്ട് മാറും. ഈ സ്ലീവാ കാലത്ത് നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഈശോയുടെ ചൈതന്യത്തിൽ ദൈവത്തിൻ്റെ വചനവും അവിടുത്തെ പ്രമാണവും സ്വീകരിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാരം കുറഞ്ഞതായിട്ട് തോന്നും. അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുകയുള്ളൂ. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നൊരു കുട്ടിയുടെ മാതാപിതാക്കൾ പറയുകയാണ്, എല്ലാ ദിവസവും പോകുന്നതല്ലേ, അതുകൊണ്ട് ഇനി ഞായറാഴ്ച ഒന്ന് വിശ്രമിക്കട്ടെ, പള്ളിയിൽ പോകണ്ട എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തോ പൊരുത്തക്കേട് നമുക്കത് മനസ്സിലായില്ല. കർത്താവിനുള്ള സ്നേഹം അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുക. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കുടുംബത്തിലൊരിക്കലും ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവില്ല. ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല. അവർക്ക് ഈ നുഖങ്ങളെപ്പോഴും വലിയ ഭാരമുള്ളതായിട്ട് തന്നെ തോന്നും. ചെറിയൊരു പ്രയാസം പോലും വലിയ സഹനമായിട്ട് തോന്നും. ഈ സ്ലീവായുടെ ചൈതന്യം നമുക്ക് സ്വീകരിക്കാം. അത് ഭാരം കുറഞ്ഞതാണ്. സ്നേഹത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.